അപ്പോൾ അതേ നമ്മുടെ തേജു ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വരണത് കുറച്ച് സന്തോഷമുണ്ട് കേട്ടോ. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നാളെ കുട്ടി ടൂർ പോവാണ്. അങ്ങനെ ആറ്റുനോറ്റി കാത്തിരുന്ന ദിവസം അടുത്ത് വന്നതിന്റെ സന്തോഷമാണ്. പിന്നെ വിൻഷാന്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആര്യ അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ എല്ലാവർക്കും ചായ കൊടുക്കേണ്ട തിരക്കിലൊന്ന് പെട്ടു കേട്ടോ. അച്ഛനും പിന്നെ അവിടെ മതിലുപണി ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും ചായ ഒക്കെ കൊടുത്തു. തേജു ഇരുന്നിട്ട് ചായ കുടിക്കട്ടാണ്. കുറെ കഴിഞ്ഞപ്പോൾ അതേ അച്ഛൻ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് അത് തോന്നുന്നു ചോദിക്കാറുണ്ട് വിൻഷാന്റെ വീട് ഇവിടെ അടുത്താണോ എന്ന്. അപ്പോൾ വിൻഷാന്റെ വീട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. എന്റെ വീടാണ് തൃശ്ശൂർ, വിൻഷാന്റെ വീടാണ് പാലക്കാട് പട്ടാമ്പി കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ താമസിക്കണില്ലേ അവിടെ. പിന്നെ ഞാൻ അടിച്ചോരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് കൊളുത്തിയിട്ട് എനിക്കൊന്ന് പുറത്തേക്ക് പോകാണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് പോയിട്ട് വന്നിട്ടാട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. ട്രൈപോഡിന് ചെറിയ രീതിക്ക് ഒരു പണി തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് ആര്യായിട്ട് എനിക്ക് അപ്പോഴൊക്കെ വീഡിയോ എടുത്തുന്നുണ്ടായിരുന്നത്. പിന്നെ ഞാനിപ്പോൾ ചെമ്മീരിന്റെ അവിടെ ഇവിടെയൊക്കെ കുത്തിച്ചരി വെച്ചിട്ടാട്ടോ വീഡിയോ എടുക്കണത്. ഞാനൊന്ന് പുറത്ത് പോയി വന്നപ്പോഴേക്കും തേജ് ഓർഡർ ഇട്ടുണ്ടായിരുന്നത് ബ്രെഡ് പൊരിച്ചു തരാനായിരുന്നു കേട്ടോ, നെയ്യിലൊക്കെ പരട്ടിയിട്ട്. അപ്പൊ അവനിതേ ഞാൻ അത് റെഡിയാക്കി കൊടുത്തു. എന്ത് കിട്ടിയാലും കുട്ടി നന്നായി പ്രാർത്ഥിച്ചിട്ടാട്ടോ ഭക്ഷണമൊക്കെ കഴിക്കണത്. ഇതാണ് കേട്ടോ അവന്റെ പ്രാർത്ഥനയും കഴിഞ്ഞു, മെഡിറ്റേഷനും കഴിഞ്ഞു കേട്ടോ. അതിനുശേഷമാണ് കുട്ടി ഫുഡ് പോലും കഴിച്ചത്. പിന്നെ ഞാനിത് രാത്രിക്ക് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നന്നായി വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് വിൻഷേട്ടൻ വെക്കണ പോലെയാട്ടോ വെക്കണത്. പിന്നെ കുറച്ച് പാകത്തിന് ഉപ്പിട്ടു. അതൊക്കെ ഒന്ന് വയറ്റി വന്നതിന് ശേഷമാണ് നമ്മുടെ തക്കാളി ഇട്ടേക്കണത്. 2 തക്കാളി ആയിട്ട് ഞെട്ടത്. ഇനി അതെല്ലാം നന്നായി പച്ചച്ചോയ വിടണ വരെ വാട്ടിയതിന് ശേഷം ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1.5 സ്പൂൺ മുളക് പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാലയുടെ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി വയറ്റി എടുക്കുന്നുണ്ട്. ഇത് വിൻഷേട്ടൻ വെക്കണ രീതിയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയല്ല വെക്കാറ്. ഇത് വിൻഷേട്ടൻ്റെ ഒരു രീതിയിലാട്ടോ വെച്ചേക്കണത്. അതാണ് മല്ലിപ്പൊടിക്കൊക്കെ കുറച്ച് അളവ് കൂടുതൽ. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഞാൻ ചപ്പാത്തിയും ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ പൊടികളുടെയൊക്കെ പച്ചച്ചോയ വിട്ടതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കേട്ടോ. പ്രാവശ്യം ഞാൻ നല്ല വെള്ളം ഒഴിക്കണില്ല, ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുറുകനായിട്ട് എടുത്തേക്കണത്. പിന്നെ ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റീമറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊണ്ടൊക്കെ പൊളിക്കുന്നുണ്ട്. പിന്നെ ആര്യ അവിടെ തുണിയോട് എടുത്തേക്കുണ്ട് കേട്ടോ. അപ്പോൾ അവളോട് വർത്താനം പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യണത്. പിന്നെ എനിക്കുള്ള മുട്ട ഞാനത് നടു പൊളിച്ചിടുക ചെയ്തത്. ആര്യക്കും തേജുവിനും വിൻഷേട്ടനും മുട്ട പൊളിച്ചിടണ്ട, ഇങ്ങനെ പുഴുങ്ങിയത് ഇങ്ങനെ ഒറ്റയായിട്ട് മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അതേ അവർക്കുള്ള ചപ്പാത്തി ഞാൻ ഒരു പ്ലേറ്റിലാക്കി വെച്ചു, അവർക്കുള്ള മുട്ടയും വെച്ചു. അതുപോലെ തന്നെ തേജുവിനുള്ള ചപ്പാത്തി മുട്ടയും വെച്ചു. എനിക്കുള്ളത് പിന്നെ ഞാൻ മുട്ടക്കറിയിൽ ഇട്ടുണ്ടല്ലോ, ഇങ്ങനെ നടു പൊളിച്ചിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ കൂടുതൽ ഇഷ്ടം. പിന്നെ ഞങ്ങൾക്ക് നന്നായി വിശക്കണോണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും ഫുഡ് കഴിക്കായിരുന്നു. വിൻഷേട്ടൻ വരാൻ കുറച്ച് വൈകുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ കാത്തില്ല കേട്ടോ. അങ്ങനെ അത് ഞാനും ആരും തേജും കൂടിയിട്ടാട്ടോ മുട്ടക്കറിയും ചപ്പാത്തിയൊക്കെ കൂടിയിട്ട് രാത്രിയത്തെ ഫുഡ് നല്ല കുശാലാക്കി കഴിച്ചിട്ട് തേജുവിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവനും ഇതേ ഫുഡ് കഴിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇന്നത്തെ പ്രാർത്ഥന കുറച്ച് പെട്ടെന്ന് തീർത്ത പോലെ എനിക്ക് തോന്നി. വല്ലാണ്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ, ഒറ്റയടിക്ക് പ്രാർത്ഥിച്ച് ഫുഡ് കഴിക്കായിരുന്നേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.